ഹലോ, നമുക്കൊരു ഇരുമ്പുളി അച്ചാർ ഇട്ടാലോ? ഞങ്ങളുടെ നാട്ടിൽ ഇരുമ്പുളിയെന്നും ചിമ്മപ്പുളിയെന്നും പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്നൊന്ന് പറയണേ. ചീനിച്ചട്ടി വെച്ച് ചൂടായ ശേഷം കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക. നല്ലെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കിനും കുറച്ച് കടുക്, കുറച്ച് ഉലുവ. കടുകും ഉലുവയും പൊട്ടി വന്ന ശേഷം കരിയാപ്പില ഇടുക. കരിയാപ്പില ഇട്ട് കഴിഞ്ഞ ശേഷം പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് ഒന്ന് വഴട്ടുക. വഴട്ടി ഒരു ഗോൾഡൻ നിറമാകുമ്പോഴത്തേക്കിനും ഗോൾഡൻ നിറമായി. അപ്പോൾ ഇനിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ടും നല്ലോണം വഴട്ടുക. വഴട്ടിയ ശേഷം ചിമ്മപ്പുളി, അതായത് ഇരുമ്പും പുളി അതിനകത്തോട്ട് തട്ടുക. തട്ടിയതിന് ശേഷം നല്ലവണ്ണം പിന്നെയും വഴട്ടുക. അപ്പോൾ വഴട്ടിയ ശേഷം നമ്മൾ കുറച്ച് ഉപ്പും ഇട്ട് നല്ലവണ്ണം പിന്നെയും വഴറ്റണം. നല്ലവണ്ണം ഉപ്പിറങ്ങണം കേട്ടോ. ചിമ്മപ്പുളിക്ക് നല്ല പുളിയാണ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ചിമ്മപ്പുളിയിലെ പുളി മാറാൻ വേണ്ടി കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് കഴുകിയിട്ടാണ് കേട്ടോ അച്ചാറിടുന്നത്. അങ്ങനെ കായപ്പൊടിയും ഇട്ട് ഞങ്ങൾ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചു. അങ്ങനെ അടിപൊളി അച്ചാറായിരുന്നു. അങ്ങനെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.